കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞുനിന്ന പേരായിരുന്നു കൃഷ്ണകുമാറിൻ്റേത്. മകൾ ദിയ കൃഷ്ണയുടെ കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ കൃഷ്ണകുമാർ എന്നയാൾക്ക് കേൾക്കേണ്ടി വന്നു. എന്നാൽ മക്കൾക്കും കുടുംബത്തിനുമൊപ്പം നിന്ന് അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. കൃഷ്ണകുമാറിന്റെ 57ാം പിറന്നാളാണിന്ന്. തന്റെ ജീവിതം കെട്ടിപ്പൊക്കിയത് ഒറ്റയ്ക്കാണ്. 57 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ ഗാന്ധി സ്ക്വയറിനടുത്തായിരുന്നു ജനനം. അച്ഛൻ VG നായർ, അമ്മ രത്നമ്മ. 1960കളുടെ അവസാനം അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഫാക്ടിന്റെ അമ്പലമേട് ക്വാർട്ടേഴ്സിലേക്ക് മാറി. അന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെ മേൽവിലാസം VG നായർ എന്ന അച്ഛന്റെ മകൻ എന്നതായിരുന്നു. VGയുടെ മകനല്ലേ, രത്നമ്മയുടെ ഇളയ മകനല്ലേ, പരിചയക്കാർ ചോദിക്കുമായിരുന്നു. അന്ന് നമ്മുടെ ലോകം മാതാപിതാക്കളെ ചുറ്റിപ്പറ്റിയായിരുന്നു. VG നായരുടെയും രത്നമ്മയുടെയും മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു കൃഷ്ണകുമാർ. വീട്ടിലുണ്ടായിരുന്നവരെല്ലാം സൈന്യത്തിലായതുകൊണ്ട് തന്നെ സൈന്യത്തിൽ ചേരാൻ ഇരിക്കുകയായിരുന്നു. സേനയിൽ ചേരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ദൂരദർശൻ വാർത്താ അവതാരകനായി ജോലി ചെയ്യാനുള്ള ഓഫർ ലഭിച്ചത്. അദ്ദേഹത്തിന്റെ അയൽക്കാരനായ ദൂരദർശനിൽ ജോലി ചെയ്യുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഒരു ഫോട്ടോജനിക് മുഖമുണ്ടെന്ന് തിരിച്ചറിയുകയും സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രക്ഷേപണ കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. കുമാർ അത് അംഗീകരിക്കുകയും മാധ്യമരംഗത്തേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ദൂരദർശൻ ടെലിവിഷൻ വാർത്താ അവതാരകനായി ജോലി ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ആദ്യമായി അഭിനയത്തിനുള്ള അവസരം ലഭിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ DD മലയാളത്തിനായി നിർമ്മിച്ച 13 എപ്പിസോഡുകളുള്ള ഒരു സീരിയലിൽ K ബാലചന്ദ്രന്റെ മകൻ കൈലാസും അദ്ദേഹത്തിന് ഒരു വേഷം വാഗ്ദാനം ചെയ്തു. നടൻ നെടുമുടി വേണുവിന്റെ മകന്റെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അക്കാലത്ത് DD മലയാളം മാത്രമായിരുന്നു ഏക മലയാളം ചാനൽ. ഏഷ്യാനെറ്റ് ആരംഭിച്ചപ്പോൾ അവർ സ്ത്രീ എന്ന പേരിൽ ഒരു TV സോപ്പ് ഓപ്പറ നിർമ്മിച്ചു. തുടക്കത്തിൽ സിദ്ദിഖും വിനയപ്രസാദും അഭിനയിച്ചു. കൃഷ്ണകുമാർ ഒരു ചൾട്ടന്റെ വേഷം ചെയ്തു. സിദ്ദിഖിന് സിനിമകളിൽ സജീവമാകുകയും ഷോയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തപ്പോൾ കൃഷ്ണകുമാറിനെ പുതിയ നായകനാക്കി. ഷോ ഒരു വലിയ വിജയമായി തീർന്നതോടെ അത് അദ്ദേഹത്തിന് ഒരു തുടക്കമായി മാറി. 1993 ജോഷി സംവിധാനം ചെയ്ത സൈന്യം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കേണ്ടിയിരുന്നെങ്കിലും സിനിമയിൽ നിന്ന് രംഗങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ നിരാശപ്പെടുത്താതിരിക്കുന്നതിനായി ചിത്രത്തിലെ വിക്രമിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ ജോഷി അദ്ദേഹത്തിന് അവസരം നൽകി. എന്നാൽ അവരുടെ ഗിൽഡിൽ നിന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ കാർഡ് തന്റെ പക്കലില്ലെന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് പുറത്തിറങ്ങിയ കാശ്മീരം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. അതിനുശേഷം നിരവധി മലയാള സിനിമകളിലും TV സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു. പിന്നീട് ചില TV സീരിയലുകളിൽ അഭിനയിച്ച് തമിഴിലേക്ക് കുടിയേറി. ബിൽബില്ല കക്ക, ദൈവത്തിരുമകൾ, മുഖം മൂടി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ വേഷങ്ങൾ ലഭിക്കാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു. മലയാളത്തിലേക്ക് മടങ്ങി വരുന്നതും ഇതിനദ്ദേഹത്തെ സഹായിച്ചു. ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ അടുത്ത 25 വർഷം കടന്നുപോയത് വളരെ വേഗത്തിലായിരുന്നു. ഇതിനിടയിൽ 26ാമത്തെ വയസ്സിൽ ജീവിതയാത്രയ്ക്ക് ശക്തിയും സന്തോഷവും ആവോളം തന്നുകൊണ്ട് സുന്ദരിയായ സിന്ധു കൂടി. ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് കൃഷ്ണകുമാർ ദൂരദർശൻ വാർത്താ അവതാരകനും സിന്ധു കോളേജിൽ പഠിക്കുകയുമായിരുന്നു. 1994 ഡിസംബർ 12 തിരുവനന്തപുരത്തെ തിരുവനന്തപുരം ക്ലബ്ബിൽ വെച്ച് അവർ വിവാഹിതരായി. പിന്നെ എല്ലാ 2.5 വർഷങ്ങൾക്കിടയിലും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രകാശവും ഊർജവും തന്നുകൊണ്ട് പുതിയ 3 നക്ഷത്രങ്ങളും വന്നു. മലയാള നടിമാരായ അഹാന കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ദിയ കൃഷ്ണ, ഹൻസിക കൃഷ്ണ എന്നിവരുൾപ്പെടെ 4 പെൺമക്കളാണ് ഇരുവർക്കും ഉള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.